16 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഇന്ന് അവസാനമായിരിക്കുന്നു. ഒരു കാലത്ത് ലോകത്തെ ഫുട്ബോൾ പഠിപ്പിച്ച ചുവന്ന ജേഴ്സി വീണ്ടും ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോൾ ഞങ്ങളെ പരിഹസിച്ചവരുണ്ടായിരുന്നു. ഇവരൊക്കെ കുട്ടികളല്ലേ എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അനുഭവത്തിൻ്റെ തുലാസിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയിട്ടവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ കണ്ടതൊരു ടീമിനെയല്ല, ഒരു തലമുറയുടെ ഉദയമാണ്. മറുവശത്ത് ലോക ചാമ്പ്യന്മാർ. അവരുടെ ജേഴ്സിയുടെ ഭാരം ഞങ്ങൾക്കറിയാം. അവർ നേടിയ കിരീടങ്ങളുടെ വിലയും ഞങ്ങൾക്കറിയാം. എന്നാൽ ചരിത്രം എന്നും ഇന്നലെയുടേത് മാത്രമല്ല, അത് നാളെ ആരെഴുതുന്നു എന്നതും കൂടിയാണ്. 90 മിനിറ്റ് അവർക്ക് ഞങ്ങളെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ താളം തെറ്റിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ഓരോ ടാക്ലിങ്ങിന് മുന്നിൽ ഞങ്ങൾ ഉറച്ചു നിന്നുകൊണ്ടേയിരുന്നു. ഓരോ നിമിഷവും ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരുന്നു. പിന്നെ ആ നിമിഷം വന്നു. 106 മിനിറ്റിൽ ഫെറാൻ ടോറസിൻ്റെ കാലിൽ നിന്നും പിറന്നത് ഒരു ഗോൾ മാത്രമായിരുന്നില്ല. 16 വർഷങ്ങളുടെ കാത്തിരിപ്പും ആയിരക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകളും ഒരു പുതിയ യുഗത്തിൻ്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു. ഇന്ന് ഈ കിരീടം ഞങ്ങൾ നേടിയെടുത്തതാണ്. ആരും ഞങ്ങൾക്ക് സമ്മാനിച്ചതല്ല. മെസ്സിയോടും അർജന്റീനയോടും ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഫുട്ബോൾ ആരുടെയും സ്വന്തമല്ല. ആർക്കും നിയന്ത്രിക്കാനും അവകാശമില്ല. അത് കാലത്തോടൊപ്പം പുതിയ കഥകൾ എഴുതിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഫുട്ബോളിന് എപ്പോഴും ഒരു പുതിയ രാജാവുണ്ടാകും. ഇന്ന് ആ സിംഹാസനത്തിലിരിക്കുന്നത് സ്പെയിനാണ്. ഈ ലോകം ഒരിക്കൽ ഞങ്ങളുടേതായിരുന്നു. ഇന്നത് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടേതാക്കിയിരിക്കുന്നു. ലാറോഹോ തിരിച്ചെത്തിയിട്ടില്ല. ലാറോഹോ തൻ്റെ അധികാരം വീണ്ടെടുത്തിരിക്കുകയാണ്. വിവാ സ്പെയിൻ.